ജൂൺ 3 ബുധനാഴ്ച ലോക സൈക്കിൾ ദിനത്തിൽ ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ വലിയ പാഠമാണ് സമൂഹത്തിന് നൽകുന്നത്. സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഉദനൂർ ഗ്രാമത്തിലെ പ്രഭാതം സൈക്കിൾ ബെല്ലുകളാൽ മുഖരിതമാണ്. ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതും മലിനീകരണമല്ലാത്തതുമായ സൈക്കിൾ യാത്രയാണ് ഉദനൂർ സ്കൂളിലെ വിദ്യാർത്ഥികളെ വേറിട്ട് നിർത്തുന്നത്. സർക്കാർ വിദ്യാലയമായ ഉദനൂർ ഹയർ സെക്കൻഡറിയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 950 പരം വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 250 പരം വിദ്യാർത്ഥികളുമാണ് വിവിധ ഗ്രാമങ്ങളിൽ നിന്നായി സൈക്കിളിലെത്തുന്നത്. ഉദനൂരിന്റെ സൈക്കിൾ പെരുമയ്ക്ക് ഏതാണ്ട് 3.5 പതിറ്റാണ്ട് പഴക്കമുണ്ട്. സൈക്കിളിൽ സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണയും പ്രോത്സാഹനവും സ്കൂൾ അധികൃതർ നൽകുന്നുവെന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്. ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളാണ് സൈക്കിളിലെത്തുന്നവരിൽ എണ്ണത്തിൽ കൂടുതൽ. പടന്നയ്ക്കു പുറമെ തൃക്കരിപ്പൂർ, പിലിക്കോട്, വലിയപറമ്പ് തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികളും ഉദനൂർ ഗവൺമെന്റ് HSSലേക്ക് രാവിലെയും വൈകുന്നേരവും സൈക്കിളിലാണ് യാത്ര. സൈക്കിൾ വാങ്ങാൻ ബുദ്ധിമുട്ടുന്ന സ്കൂളിലെ കുട്ടികൾക്ക് സൈക്കിളുകൾ വാങ്ങി നൽകാനുള്ള സഹായമേവുന്നു എന്ന് മാത്രമല്ല, ഡിവിഷൻ തിരിച്ച് സൈക്കിൾ നിർത്തിയിടാൻ സ്കൂൾ പരിസരത്ത് സൗകര്യമൊരുക്കി നൽകുകയും ചെയ്യുന്നുണ്ട് അധികൃതർ. വിദ്യാർത്ഥികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുകയും പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുകയും യാത്രയ്ക്കായുള്ള സാമ്പത്തിക ഭാരം നിയന്ത്രിക്കുകയും ചെയ്യാമെന്നതും സൈക്കിളിൽ എത്തുന്നതിലൂടെയുണ്ടെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. പരിസ്ഥിതി സൗഹൃദ ക്യാമ്പസിന് പ്രാധാന്യം നൽകുന്ന നമ്മുടെ വിദ്യാലയം അതിന് ഏറ്റവും വലിയ പ്രത്യേകത ഈ സൈക്കിളിൻ്റെ ഉപയോഗം തന്നെയാണ്. കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു വ്യായാമമാണ് ഈ ഒരു കാലഘട്ടത്തിൽ സൈക്കിൾ ഉപയോഗിക്കുക എന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഈ യാത്രാ സൗകര്യങ്ങൾ പരിമിതമായിട്ടുള്ള ഈ നമ്മുടെ വിദ്യാലയത്തിൽ പലപ്പോഴും വാഹന സൗകര്യം ഏർപ്പെടുത്തുക എന്ന ഒരു നിർദ്ദേശം വരുന്ന സമയത്ത് അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും പലപ്പോഴും അതിനെ നിരുത്സാഹപ്പെടുത്താറുണ്ട്. കാരണം സൈക്കിളിൽ വരുന്ന കുട്ടികളുടെ എണ്ണം കുറയുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ സൈക്കിൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സൈക്കിളിൽ വരുന്ന കുട്ടികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷമം എന്ന് പറയുന്നത് സൈക്കിൾ നന്നായി വെയിൽ കൊള്ളാതെ മഴ കൊള്ളാതെ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം നമുക്കില്ല. അപ്പോൾ അത് അധികാരികളോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് അനുവദിച്ച് തരികയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് അത് നമുക്ക് നമ്മുടെ വിദ്യാലയത്തിൽ മാറും, മുതൽക്കൂട്ടായിട്ട് മാറും. അപ്പോൾ സൈക്കിൾ വരുന്ന വിദ്യാർത്ഥികൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വ്യത്യാസമില്ലാതെയാണ് ഇവിടത്തേക്ക് വരുന്നത്. പലപ്പോഴും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സമീപ ദേശങ്ങളിലെ വിദ്യാർത്ഥികൾ ഒക്കെ സൈക്കിൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ വിദ്യാലയങ്ങളിലേക്ക് വരുന്നത്. ഈ വിദ്യാലയത്തിൽ സൈക്കിളിൻ്റെ ഉപയോഗം എല്ലാ കാലഘട്ടത്തിലും അതൊരു പ്രത്യേകതയായിട്ട് തന്നെയാണ് പൊതുസമൂഹം നോക്കി കാണുന്നത്. സൈക്കിള് നമ്മുടെ ഒരു അഭിമാനമായിട്ടാണ് നമ്മുടെ വിദ്യാലയം കാണുന്നത്. അതിന് പ്രോത്സാഹിക്കുന്ന പലതരത്തിലുള്ള പദ്ധതികൾ നമ്മൾ എല്ലാ വർഷവും ആവിഷ്കരിക്കാറുണ്ട്. സൈക്കിളിന് പ്രത്യേക നമ്പറുകൾ വണ്ടിക്കൊക്കെ നൽകുന്ന പോലെ പ്രത്യേക നമ്പറുകൾ, അതുപോലെ തന്നെ സൈക്കിളിൻ്റെ രജിസ്ട്രേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വിദ്യാലയം ഏറ്റെടുത്ത് നടത്താറുണ്ട്. 1992 തുടങ്ങിയ സൈക്കിൾ പെരുമയുടെ പാരിസ്ഥിതിക ഗുണം കുട്ടികൾ ശാസ്ത്രീയമായി കഴിഞ്ഞ വർഷം വിശകലനം ചെയ്തിരുന്നു. സ്വകാര്യ KSRTC യാത്ര ബസ്സുകൾ കുറഞ്ഞ ഉദനൂർ മേഖലയിൽ സൈക്കിളിലെത്തുന്ന വിദ്യാർത്ഥികൾ മറ്റു വാഹനങ്ങളിലെത്തിയാൽ വരുന്ന ചെലവുകൾ അവർ കണക്കുകൂട്ടി സ്കൂളിൽ അവതരിപ്പിച്ചു. ഒരു ഓട്ടോറിക്ഷയിൽ ശരാശരി 6 വിദ്യാർത്ഥികൾ സഞ്ചരിച്ചാൽ 158 ഓട്ടോറിക്ഷകൾ ഓടേണ്ടി വരും. ഓരോ വർഷവും മാസം 5,68,000 രൂപ ചിലവ് വരും. ഈ തുക ലാഭിക്കുക എന്നതിനു പുറമെ മലിനീകരണ തോതിൽ വലിയ മാറ്റം വരുത്താനാകും. അത് പരിസ്ഥിതി സംരക്ഷണത്തിൽ പ്രധാന പങ്കാളിത്തമുണ്ടാക്കും. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ സൈക്കിളിൽ സ്കൂളിലെത്തുന്നവരുടെ കണക്കും ഉദനൂരിന് സ്വന്തമാണ്. ഏകദേശം ഒരു 1500-നടുത്ത് വിദ്യാർത്ഥിനികൾ സൈക്കിൾ ഉപയോഗിച്ചുകൊണ്ടാണ് വിദ്യാലയത്തിലേക്ക് എത്തുന്നത്. ഹരിതശ്രേഷ്ഠ വിദ്യാലയമായ ഉദനൂരിൻ്റെ മുഖമുദ്ര ഒന്നുകൂടെ ഉയർത്തിപ്പിടിക്കുന്നതാണ് സൈക്കിൾ പെരുമ എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ പ്രകൃതി മനോഹാരിത ഒന്നുകൂടെ ഉറപ്പിക്കാനാവും. ഇന്ധന വായു മലിനീകരണമൊന്നുമില്ലാതെ മുന്നോട്ടേക്ക് വരാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് സൈക്കിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ചില കുട്ടികൾക്ക് സൈക്കിൾ വാങ്ങിക്കാൻ കഴിവില്ലാത്തവരായിട്ടുണ്ട്. കാരണം ഒരുപാട് നിർധനരായ കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് സ്പോൺസർ. ഉറുമീസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.